ഹലോ അസ്സാം വലൈക്കും. ഞാൻ അലിമോനാണ്. ഞാൻ ഇട്ട ഈ ഒരു കുട്ടിൻ്റെ ഫോട്ടോ ഇത് നമ്മുടെ ബാംഗ്ലൂർ ഷെരീഫ ബീവിൻ്റെ അവിടേക്ക് ഞാൻ പോയപ്പോൾ അവിടെ ചികിത്സയ്ക്ക് കൊണ്ടുവന്നൊരു കുട്ടിയാണ്. ഈ കുട്ടി 3 മാസമേ പ്രായമായിട്ടുള്ളൂ. കുട്ടിൻ്റെ വയറ് വീർക്കുന്നു, പിന്നെ കുട്ടിൻ്റെ കാലും കൈയും അതൊക്കെ അടുത്ത ഫോട്ടോയിൽ കാണും. കുട്ടിൻ്റെ കാലും കൈയൊക്കെ ഒരു വിരൂപമായിട്ടുള്ള ഇത്, ആ മുഖം നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏതൊരു ഹൃദയം പൊട്ടാത്തൊരു മനുഷ്യനും പൊട്ടിപ്പോവും. കാരണം എന്താ പറയുക, ചിരിക്കുന്നില്ല, കളിക്കുന്നില്ല, നോക്കുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയായിരുന്നു. ഇത്ര ശൈത്താനിയത്തിൻ്റെ ഷെറ് വന്ന് എന്തോ അങ്ങനെയാണ് പറഞ്ഞത് അവർ. ഇത് അവർ പലയിടത്തേക്കും കൊണ്ടുപോയി, ഓരോരുത്തും ഇതായില്ല. അങ്ങനെയാണ് ബീവിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. ബീവിൻ്റെ അടുത്തേക്ക് എത്തി ബീവി അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് എനിക്ക് തോന്നുന്നു അവർ കുറച്ച് ദിവസം അവിടെ നിൽക്കണം. ആ സമയത്ത് ഞാൻ ഓർമ്മയിൽ എടുത്തിട്ട് പറയണതാണ് കേട്ടോ. അങ്ങനെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്തു. ആ കുട്ടിക്ക് ഭേദമായി, മാഷാ അല്ലാ. പിന്നെ ഇതാ കയ്യും കാലൊക്കെ കണ്ടില്ലേ, ആ രീതിയിൽ ഇതായിട്ടുള്ള അവർ സന്തോഷമായിട്ടിരിക്കുന്ന കുട്ടീൻ്റെ ഉമ്മാൻ്റെ മടിയിലിരിക്കുന്ന ഫോട്ടോ ഉണ്ട്. അത് കണ്ടപ്പോൾ, അതായത് അവരുടെ ആ സന്തോഷം, അത്രയും ദിവസം അവിടെ നിന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഒരു കുട്ടീൻ്റെ അസുഖമൊക്കെ മാറി വലിയ ആളുകളുടെ മാറിയാൽ സന്തോഷമാണ്. പക്ഷെ ഒരു കുട്ടീൻ്റെ ഒക്കെ ഒരു അസുഖം മാറിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. ഇത് കണ്ടിട്ട് ഞാൻ പിന്നീട് ഇവരുടെ, അതായത് ഞാനും പാതി വിശ്വാസം ഇതൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ഞാൻ നേരിട്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്, വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യും. കാരണം എനിക്ക് അവരുടെ അനുവാദം ഉണ്ടായിരുന്നില്ല ഇതുവരെ ബീവിൻ്റെ. ഇപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്തുകൂടെ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പുസ്തകമൊക്കെ എഴുതിയിട്ടൊക്കെ ഇത്രയും ആക്റ്റീവായിട്ടുള്ള ഒരാൾ എന്തിനാണ് മടിച്ച് നിൽക്കുന്നത്? നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ത്രൂ പുസ്തകം വഴിയൊക്കെ ചെയ്തുകൂടെ? അന്ന് ഞാൻ പറഞ്ഞാൽ അതൊന്നും വേണ്ട, അങ്ങനൊന്നും വേണ്ട, നമ്മുടെ അടുത്തേക്കുള്ള ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരും. ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല. ഇന്ന് എല്ലാത്തിനും എന്തുണ്ട്, പിന്നെ പബ്ലിസിറ്റി ഉണ്ട്. അപ്പോൾ പബ്ലിസിറ്റി കൊടുക്കാൻ നമ്മളെ കയ്യിൽ മാധ്യമമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ റെഡിയാണ്, അതുകൊണ്ട് ഞങ്ങളും റെഡിയാണ്, ഞാൻ റെഡിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഇങ്ങനെയുള്ള കേസുകൾ ഇഷ്ടംപോലെ ഉണ്ട് പല ആളുകളോട്. പലരും ഇതാണ് ആ കുട്ടീൻ്റെ അമ്മ, പിന്നെ കണ്ടില്ല ആ സന്തോഷമായിട്ട് നിൽക്കുന്നതും ഇതൊക്കെ കണ്ടില്ലേ. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. ഇപ്പോൾ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഒരു 3 പേര് വന്നതാണ്. അതിൽ കുഞ്ഞാത്താൻ്റെ ഒരു സ്ത്രീ, ആ കൂടെ വന്നൊരു പെൺകുട്ടി കണ്ടപ്പോൾ കണക്റ്റായിട്ട് ആകെ കൂടെ പ്രശ്നമായി. അത് കണ്ട് ഇളക്കം തുടങ്ങി. അപ്പോൾ എന്താ ഞാൻ ചോദിച്ചപ്പോൾ അവരുടെ മേത്ത് ശൈത്താനിയത്തുണ്ട്, കുഞ്ഞാത്ത പോസിറ്റീവ് എനർജി, അവരുടെ നെഗറ്റീവ് എനർജി കൂടെ ആയിട്ട് കണക്റ്റായിട്ട് ആകെ അവിടെ കിടന്ന് എന്നാലും കൊണ്ട് കൊണ്ടുവന്നൊക്കെയുള്ള രീതിയിൽ നെളിയും പൊളിയും ആകെ പ്രശ്നം. അവിടെ അടി ചുമരുമാടി, അവിടെ കിട്ടിയ സാധനം എടുത്ത് വലിച്ചെറിഞ്ഞ്. പക്ഷേ കുഞ്ഞാത്ത എന്ത് ചെയ്തു, കുറച്ച് വെള്ളം മന്ത്രിച്ചിട്ട് അവരുടെ മുഖത്ത് തെളിച്ച് കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുത്ത് അതോട് കൂടിയിട്ട് അത് ശരിയായി. പിന്നെ അവർ ആ ട്രീറ്റ്മെൻറ്റിന് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനത്തൊക്കെ ഒരുപാട് കേസുകൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതെന്നുള്ളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും.